അത് സങ്കടപ്പെടാൻ ഒരു മനുഷ്യത്വം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനാവുള്ളൂ. മനസ്സിലാവോ? മരണപ്പെട്ട വീട്ടുകാർക്ക് നീ ഉദ്ദേശിച്ച ഓക്കെ, നീ അതൊക്കെ പോട്ടെ. ബൈ ദ ബൈ, നീ ഉദ്ദേശിച്ച റീച്ച് കിട്ടിയോ വീഡിയോയ്ക്ക്? എനിക്ക് റീച്ചിന് വേണ്ടി ഒന്നും ചെയ്യാറില്ലല്ലോ. നിനക്ക് റീച്ചിനല്ലെങ്കിൽ നീ ലൈക്കും കമന്റ്സ് ഒക്കെ ഓഫ് ചെയ്തിടണം. എന്തുകൊണ്ട് അത് ഓഫ് ചെയ്തിട്ടില്ല? ലൈക്ക് ഓഫ് ആക്കാൻ പറ്റും. ലൈക്ക് ഓഫ് ആകല്ല, കമന്റ്സ് ഓഫ് ചെയ്തിടണം. എന്തുകൊണ്ട് നീ ചെയ്തില്ല? ആൾക്കാരെ മറുപടി കേൾക്കാനില്ല. ഓരിങ്ങനെ പറയുന്നത് എങ്ങനെ നമ്മൾ പഠിക്കും? നമ്മളെന്തായാലും ഇത് എവിടെയും പോയിട്ട് പഠിക്കാം. ആ മറുപടിക്കാണല്ലോ ഈ 138 പേരുള്ള ലൈവിൽ ആ മറുപടി കേൾക്കാനാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ലൈവ് ഇട്ടിട്ട് ആ സംസാരിക്കുന്നത്. ഇവിടെ ഉളുപ്പില്ലേടാ. നീ ഇട്ട വീഡിയോയിൽ റോങ്, നിനക്ക് നീ ചെയ്ത ഒരു കാര്യത്തെ അംഗീകരിക്കാൻ നിനക്ക് ഉളുപ്പില്ലേടാ അജിനാസ്? ഇവിടെ ലേശം ഉളുപ്പില്ലേ? നാളെ നിനക്കോ നിന്റെ വീട്ടിലുള്ള ഒരാൾക്ക് വന്നാലും നിനക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അത് സമൂഹത്തിന് മുന്നിൽ എത്തിക്കണം എന്ന് പറയുന്ന ഒരാളാ ഞാൻ. നീ ഒരു ഉമ്മയുടെ മോനല്ലേ? ഒരു ഉമ്മയുടെ വിഷമം നീ കണ്ടോ ആ വീഡിയോക്കകത്ത്? ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, ഈ പറയുന്ന കാര്യമോ ആരെങ്കിലും അറിയുന്ന കാര്യം എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യൻ. സത്യം പറഞ്ഞ ഇതാ നിങ്ങൾ ഒരാൾക്ക് അതാ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ആരാണ്ട് പറയാം, തീട്ടം നിന്ന് വളർന്നവൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീമാനെ അതാ പറഞ്ഞ, ചോറുണ്ട മനുഷ്യൻ വളർന്നവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. അതിനാസ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാര്യങ്ങൾ ഇത്രയും ആൾക്കാർ പറഞ്ഞു, അതിന്റെ സീരിയസ്നെസ് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു തന്നു. ഒരു ഞാൻ ചോദിക്കട്ടെ നീ ഒരു മനുഷ്യനാണ് നീ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളിപ്പോ പറയുന്നത് പോലെ തന്നെ ഞാൻ കേൾക്കല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ മനുഷ്യല്ലാതെ ഞാൻ ഇപ്പൊ നീ അംഗീകരിക്കുന്നുണ്ട്. നീ ആ വീഡിയോസ്, നീ ആ ബസ്സിൽ പോയി ആ പെണ്ണ് അവിടെ പോയി പ്രകോപിച്ച് അവനെ തട്ടിയിട്ട് വീഡിയോ എടുത്ത് റീച്ച് ആകാൻ വേണ്ടി ആണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയണ്ട. അത് അങ്ങനെ ആണെന്ന് തന്നെ എല്ലാവർക്കും അറിയാം. അവൾക്ക് അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. ഇതൊക്കെ പോട്ടെ, ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു, ആ കുടുംബത്തിന്റെ വിഷമങ്ങളൊക്കെ എല്ലാരും സോഷ്യൽ മീഡിയയിൽ പകർത്തിയിട്ടുണ്ടല്ലോ. അത് നീ കണ്ടായിരുന്നോ? എസ്വർണോ? കണ്ടായിരുന്നെങ്കിൽ നീ ആ വീഡിയോ റിമൂവ് ചെയ്യണമായിരുന്നു. നീ ഇവിടെ RSSകാരെ അവരെ ഇവിടെ പിന്നെ പാർട്ടിക്കാരെയൊക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നീ എന്ന വ്യക്തിയിൽ നിന്ന് ആ ഒരു ക്യാരക്ടർ കാണാൻ പാടില്ല. അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞോളൂ. നിങ്ങളിപ്പോ എന്തിനാ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത്? ആൾക്കാർ പറയുന്നല്ലേ, ഞാൻ ഒളിച്ചോടുന്നില്ലല്ലോ, ഞാൻ പബ്ലിക്കിലല്ലേ. അല്ല പോട്ടെ, അത്യാവശ്യം നാണവും മാനവും ഒക്കെ ഇവനുണ്ട്. പക്ഷെ തൊലിക്കട്ടി എന്ന് പറയുന്നത് മൃഗത്തിന്റെ തൊലിയാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ വികാരങ്ങളൊന്നും ഇല്ലാത്തത്. ഫീലിങ്സ് എന്ന് പറയുന്ന ഒരു സാധനം, വേറൊരു വ്യക്തിയുടെ കണ്ണീര് കാണുമ്പോ ഫീലിങ്സ് എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യനെ വരത്തുള്ളൂ, അത് മൃഗത്തിന് വരത്തില്ല. അത് നിനക്കില്ലത്. എന്ത് ഫീലിങ്സ് ആ നിനക്കുള്ളത്? നിനക്ക് ആ ഫീലിങ്സ് ഉണ്ടെങ്കിൽ കൂളായിട്ട് ഒരു വണ്ടിയിൽ ഇരുന്നിട്ട് ഇത്രയും സംസാരിക്കാനായിട്ട് നിനക്ക് ഇതും റീച്ച് കിട്ടാനുള്ള ലൈവാണോ? എന്നോടാണോ? എന്റെ അക്കൗണ്ട് ഒന്നും കണ്ടിട്ടില്ലേ മിസ്റ്റർ JK? ഞാൻ അത്യാവശ്യം ഇങ്ങനെ ക്യാമറയും കൊണ്ട് പോയിട്ട് ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് റീച്ചായ ആളല്ല കേട്ടാ. എന്റെ അക്കൗണ്ട് പോയിട്ട് നോക്കും. ഈ അക്കൗണ്ട് അല്ല, ബയോയിലുണ്ട്. എനിക്ക് അഭിലാഷിന്റെ ലൈവിൽ വന്നിട്ട് റീച്ച് ആകാൻ മാത്രം ദാരിദ്ര്യപ്പെട്ട ഒരാളല്ല ഞാൻ. ഓക്കെ, ആ പെൺകുട്ടി അങ്ങനെ ചെയ്തതിന് ശേഷം എത്ര ആൾക്കാർ അങ്ങനെ തമാശ. ഇവൻ എന്റെ ഫ്രണ്ടാണ്, വർഷങ്ങളായിട്ട് എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ആസ് എ ഫ്രണ്ട് എന്ന രീതിയിൽ ഇവിടെ കയറിയിട്ട് ഞാൻ സംസാരിച്ചതാണ്. ആ പെൺകുട്ടി ചെയ്ത വീഡിയോയില് പിന്നെ ആ പെൺകുട്ടി അത്രയും ഒരു മിസൈൽ പോകാനുള്ള സ്പേസ് ആ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നല്ലോ. പിന്നെ അവള് വീഡിയോ എടുത്തുകൊണ്ട് അവന്റെ കീഴെ പുറകെ എടാ, ഒരു പെണ്ണിന്റെ മാനത്തിന് ചിരിച്ചോണ്ടല്ല വീഡിയോ എടുക്കേണ്ടത്. മാനത്തിന് വില സ്പോട്ടിലാണ് കാണിക്കേണ്ടത്. അല്ല സോഷ്യൽ മീഡിയയിൽ ഇട്ട് 2 ലൈക്കും കമന്റ് ഇട്ടിട്ടല്ല അവിടെ മാനം സംരക്ഷിക്കേണ്ട. ഓക്കെ, അത് ബുദ്ധി വേണം, വിവരം വേണം. ആസ് എ വുമൺ എന്ന രീതിയിലുള്ള പക്വത അവർക്ക് ഇല്ലായിരുന്നു. അവൾ കാണിച്ചത് റീച്ചിന് ലൈക്കിന് വേണ്ടിയാണെന്ന് മനുഷ്യൻ കഴിക്കുന്ന ആഹാരം കഴിച്ചവർക്ക് അറിയാം. നീ അതല്ല കഴിക്കുന്നത്. ഓക്കെ, നീ അതല്ല കഴിക്കുന്നത്. ഓക്കെ, ഒരു മിസൈൽ പോകാനുള്ള സ്പേസ് അതിനകത്ത് ഉണ്ടായിട്ട് പോലും അവൾ ആ ക്യാമറ എടുത്തോണ്ട് അവന്റെ പുറകെ പോയി. ആളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വീഡിയോ നീ ശരിക്കും കണ്ടോ? ഒറ്റ പ്രാവശ്യം കണ്ടാ മതി. ഈ ലോകത്തിന് എവിടൊക്കെ ആൾക്കാർ ഇതൊക്കെ കാണാനുണ്ട്. ഇവരൊക്കെ കണ്ടിട്ട് ഒരേ സ്വരത്തില് ആരാ കുറ്റക്കാരി എന്ന് നിയമത്തിനും ആളുകൾക്കും എല്ലാവർക്കും മനസ്സിലായിട്ട് നിനക്ക് മാത്രം എന്താ ആ അഭിപ്രായത്തെ മാനിക്കാൻ പറ്റാത്തത്? ഒരു മനുഷ്യന്റെ ജീവനല്ലേ പോയത്, ഒരു കുടുംബത്തിന്റെ ഇതല്ലേ പോയത്. അത് നീ എന്താ അംഗീകരിക്കാത്തെ അജിനാസേ?
നിങ്ങൾ കഴിഞ്ഞാൽ സംസാരിക്കും, നിങ്ങൾ കഴിഞ്ഞെങ്കിൽ സംസാരിക്കും. ആള് പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഇവന്റെ ഫ്രണ്ടാണ്, അൺഫോളോ ഒക്കെ ഫ്രണ്ട് ആക്കിട്ടോ. അല്ല, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇവൻ ആരെയാ ഫോളോ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കുന്നത്? ഇവൻ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ? ഞാൻ സംസാരിക്കട്ടെ. എന്റേത് കഴിയത്തില്ല മോനെ, എന്റേതിന് കഴിയത്തില്ല. നിനക്ക് ഡിപ്രഷൻ ഉണ്ടോ? നിനക്കിപ്പം ഡിപ്രഷൻ ഉണ്ടോ? നിനക്ക് ഒരു പെണ്ണ് നോക്കിയില്ല, ഒരു പെണ്ണ് ചിരിച്ചില്ല, ഒരു പെണ്ണ് നിന്റെ വീഡിയോക്ക് ലൈക്ക് ഇട്ടില്ലെന്ന് പറഞ്ഞ് ഡിപ്രഷൻ അടിച്ച് മണിക്കൂറോളം ലൈവ് ഇടുന്ന ഒരാളല്ലേ? ഒരു മനുഷ്യന്റെ ജീവനും ജീവിതത്തിനും ഒന്നും ഡിപ്രഷൻ ഇല്ല നിനക്ക്? ആ വീഡിയോ ഇട്ടതിന് നിനക്ക് ഡിപ്രഷൻ ഇല്ല? എടാ പോയി ഞാൻ പറ, നീയൊക്കെ ഭൂമിക്ക് തന്നെ ഭാരാണ്, ഭൂമിക്ക് തന്നെ ഭാരാണ്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി ഞാൻ പറയട്ടെ, ഞാനിപ്പോ സംസാരിക്കാൻ പറ്റുമോ? കുറെ സമയം തന്നില്ലേ? ഇപ്പൊ ആ കുട്ടി ചെയ്ത ആ വീഡിയോ വെച്ചിട്ട് കുറെ ആൾക്കാർ ഇപ്പൊ തമാശ ആക്കുന്നില്ല, അത് ശരിയാണോ? എന്ത് തമാശ? അവൾക്കൊരു മനുഷ്യന്റെ ജീവിതം വെച്ചിട്ട് തമാശയാക്കാമെങ്കിൽ മറ്റുള്ളവർക്കും അത് വെച്ച് തമാശയാക്കാം. എന്തുകൊണ്ടായിക്കൂടാ? എന്തുകൊണ്ടായിക്കൂടാ? അത് അവയർനെസ് കൊടുക്കുന്നതല്ലേ. മോസ്റ്റ് ഓഫ് ദി വീഡിയോസും അത് അവയർനെസ് കൊടുക്കുന്നതാണ് ജനങ്ങൾക്ക്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒറ്റ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് എല്ലാരോടും ചോദിക്കുകയാണെ. നാളെ യഥാർത്ഥമായി ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ആര് കൂടെ നിൽക്കൂടാ? ഇതുപോലുള്ള പെണ്ണുങ്ങൾ കാണിക്കുന്ന തറവേലയ്ക്ക് മറ്റുള്ള പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥമായ സംഭവത്തിന് ആര് കൂടെ നിൽക്കും? ഒരു വ്യക്തികളും കൂടെ നിൽക്കില്ല, ഒരു വ്യക്തികളും കൂടെ നിൽക്കില്ല. ഇങ്ങനെ ചെയ്യുന്ന കുറെ ആണുങ്ങൾ എന്താക്കി മെല്ലെ സ്കിപ്പായി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ. എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നുകൂടെ പിടിച്ചു. ശരിയല്ല, അത് അഭിപ്രായങ്ങൾ പറയണം, അത് എന്തായാലും. അല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരാള് അങ്ങനെ പറയരുത്. ഞാനിപ്പോ അമ്മായിയുടെ മോളാവള് എന്റെ ആരുമല്ല, എനിക്കറിയ പോലും. ഞാൻ പറഞ്ഞാലല്ലേടാ, നിന്റെ ഉമ്മയായിട്ടുള്ള നിന്റെ വീഡിയോസ് കാണുമ്പം നിനക്ക് ഇങ്ങനെ വളർത്തി വെച്ചല്ലോ എന്ന് ഞാൻ ഓർത്തു പോവാ. സത്യം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് നിന്റെ ഉമ്മയോട് എന്തോ ഒരു സ്നേഹം ഉണ്ട് ആ വീഡിയോക്ക്. അതുപോലെ തന്നെയല്ലേടാ നീ ആ ഒരു സൈഡ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. മുന്നിലെങ്ങാനും ആയിരുന്നെങ്കിണ്ടല്ലോ അടിച്ചിന്റെ അണപ്പല് ഞാൻ താഴെ ഇട്ടത്. സീരിയസ്ലി അജിനാസ, സീരിയസ്ലി ഞാൻ പറയുവാ. ടാറ്റൂന് കുറച്ച് തീ ഇട്ട് കൊടുക്കുക, ലൈക്ക് ഇട്ട് കൊടുക്കുക, മസിൽ ഇട്ട് കൊടുക്കുക. അതിനാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. അതാ പറഞ്ഞ, നീ ആ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്യും. നിന്റെ ഒരു ഉമ്മയുടെ സ്നേഹിക്കുന്നവര് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കും. മറ്റുള്ള ഉമ്മമാരുടെ ആ വീഡിയോ നീ റിമൂവ് ആക്കും. നിന്റെ ആ ഉമ്മയായിട്ടുള്ള നിന്റെ വീഡിയോസ് റിമൂവ് ആക്കും. നീ ഡിസേർവ്ഡ് അല്ല അതിനൊന്നും. അല്ലേ, സീരിയസ്ലി പറയാം. ഞാൻ പറയാനുള്ളത് ആരോടും പറയാം. എനിക്ക് നീ എന്നാ പറയുന്നുള്ളതല്ല. ശരിയാ റഫി, ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പോത്തിന്റെ വായില് ചെടിയിൽ വേദ ഊതിയിട്ട് ഒരു കാര്യമില്ല. ഇവൻ പറയുന്നുണ്ടല്ലോ, നാഴികയ്ക്ക് 40 വട്ടവും ലൈവ് ഇട്ടിട്ട് പറയുന്നുണ്ട്, ആ പെണ്ണെന്നെ നോക്കിയില്ല, ആ പെണ്ണെന്നോട് പിണങ്ങി, ആ പെണ്ണെന്റെ മുടിയെ നോക്കിയില്ല, എനിക്ക് ലൈക്ക് ചെയ്യുന്നില്ല, കമന്റ്സ് ഇട്ടില്ല, എനിക്ക് ഡിപ്രഷനാന്ന് പറഞ്ഞ് ഇതിനകത്ത് എത്രയോ പ്രാവശ്യം ലൈവ്